അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. റബ്ബിനെ അറിയാൻ ഏറ്റവും എളുപ്പമാർഗമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് നമ്മളെ അറിഞ്ഞാൽ മതി. നമ്മുടെ ശരീരത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ, കൃത്യമായിട്ട് അറിഞ്ഞാൽ റബ്ബിനെ സ്തുതിക്കുവാൻ, അവനെ തസ്ബീഹ് ചെയ്യുവാൻ, അവനെ തക്ബീറും തഹ്ലീലും ചെയ്യുവാൻ ഒരു സത്യവിശ്വാസിക്ക് അത് മതി. നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും, നമ്മുടെ കേൾവിയാണെങ്കിലും കാഴ്ചയാണെങ്കിലും എല്ലാം ഇൻ തഹ്സൂഹ, നിങ്ങളതിനെ ക്ലിപ്തപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ, അതിന് മാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ ഒരു അനുഗ്രഹം എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൃത്യത, നമ്മുടെ ഒരു കേൾവി പോലും, നമ്മുടെ ഒരു കാഴ്ച പോലും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെയും ചലനങ്ങൾ പോലും കൃത്യമാണ്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അതിഭീകരമായ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് റബ്ബിനെ സ്തുതിക്കുവാൻ സാധിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുക. നോക്കൂ, നിങ്ങളുടെ കേൾവി, ഒരു ശബ്ദം അത് ഉച്ചരിക്കപ്പെടുന്ന സ്രോതസ്സിൽ നിന്ന് നമ്മുടെ ചെവിയുടെ കർണപ്പുടങ്ങളിലേക്ക് എത്തി, അത് അതിനുള്ളിലൂടെ അകത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തെത്തുന്നു. അവിടെ നിന്ന് അത് അതിൻ്റെ തൊട്ടടുത്ത് 3 ചെറിയ എല്ലിൻ കഷ്ണങ്ങളിലേക്ക് എത്തി. ആ എല്ലിൻ കഷ്ണങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് അത് തൊട്ടടുത്തുള്ള നെർവിലൂടെ തലച്ചോറിലേക്ക് എത്തുന്ന അതിസങ്കീർണമായ ഒരു അനുഗ്രഹം. നോക്കൂ നിങ്ങൾ, അതിൽ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ, ഈ എല്ലുകളൊന്ന് അതിൻ്റെ വൈബ്രേഷൻ നിന്ന് പോയാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അതിൻ്റെ വൈബ്രേഷൻ നിന്ന് പോയേക്കാം. വേറെ ഏതെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മുടെ ആ നെർവിന് തകരാറ് സംഭവിച്ചേക്കാം. ചെവിയുടെ കർണപ്പുടത്തിന് വലിപ്പം കുറഞ്ഞാൽ പോലും നമ്മുടെ കേൾവിയെ അത് ബാധിക്കും. ഇത് അത്രയ്ക്ക് കൃത്യമായി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അൽഹംദുലില്ലാഹ് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്തുതിക്കാൻ സാധിക്കും. റബ്ബിനെ സ്തുതിച്ച് ഹംദ് ചൊല്ലി ജീവിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.